നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ കോസ്റ്റാറിക്കയോട് സമനിലയിൽ പിരിഞ്ഞ ആ മത്സരം, ആ മത്സരത്തെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ബ്രസീലിൻ്റെ പ്രകടനത്തിനെതിരെ പല കോണുകളിൽ നിന്ന് വരുമ്പോൾ, പക്ഷേ ബ്രസീലിയൻ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നു, ഞങ്ങൾ നന്നായിട്ടാണ് കളിച്ചത്, മികച്ച പ്രകടനമാണ് ടീം നടത്തിയത്. ശരിയാണ്, ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പക്ഷേ മറ്റെല്ലാ ആസ്പെക്റ്റുകളിലും ടീം മികച്ചു നിന്നു എന്നാണ് അദ്ദേഹം കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു ഈ മത്സരം നമ്മൾ ആ ഒരു കളിയുടെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഞങ്ങൾ കളിച്ചൊരു മത്സരമാണ്. മത്സരത്തിൽ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചതും പാസുകൾ കൊടുത്തതും ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങൾ ഇരുവാർഷ്യങ്ങളിലൂടെയും നീക്കം നടത്തി, അതുപോലെ തന്നെ മധ്യത്തിലൂടെ നീക്കങ്ങൾ നടത്തി, പല അവസരങ്ങളും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തു, പലപ്പോഴും ഗോളിന് തൊട്ടരികിൽ എത്തുകയും ചെയ്തു. ശരിയാണ്, ഫിനിഷിങ്ങിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നില്ല, ഞാനത് സമ്മതിക്കുന്നു. ബട്ട് ഇൻ ജനറൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും, നേച്ചുറലി ഞങ്ങളതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്, അതൊരു ഫാക്റ്റാണ്. പിന്നെ ആ ഒരു ഡയറക്ഷനിലേക്കാണ് ഞങ്ങളുടെ വർക്കുകളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാക്കേണ്ടതുമുണ്ട്. ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ റിസൾട്ട് വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലെ ചോദ്യങ്ങൾ ഉയർന്നു വരും. അതിന് ഞാൻ ആ അർത്ഥത്തിലേക്ക് കാണുന്നുള്ളൂ. ഏതായാലും നല്ല രൂപത്തിലുള്ള പെർഫോമൻസ് തന്നെയാണ് ടീമിൽ നിന്ന് വന്നിട്ടുള്ളത്. ഗോൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നമെന്നാണ് ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ പറഞ്ഞു വെക്കുന്നത്. കോസ്റ്റാറിക്കയുടെ ഡിഫൻസ് പൊളിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും ശ്രമങ്ങളും നടത്തിയിട്ട് വിജയിച്ചില്ല എന്നുകൂടി അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഗോൾ ലൈൻ കടക്കാനുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ നടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിലേക്ക് എത്താൻ കഴിയാതെ പോയി. ഇപ്പം വിനിയെ നമ്മൾ പാർശ്വത്തിലിറക്കി, പിന്നെ മധ്യത്തിലേക്ക് മാറ്റി, അങ്ങനെ പല ശ്രമങ്ങളും നമ്മൾ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെൽ മാർക്കഡ് ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സൊല്യൂഷന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ കളി നോക്കുക, ഞങ്ങളുടെ ടീം വെൽ പൊസിഷൻഡ് ആയിരുന്നു. കളിയിൽ ബോളുകൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ റിക്കവർ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ബോളുകൾ ഞങ്ങൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ഏറ്റവും നന്നായി കളിച്ചിട്ടുള്ളത്. എന്നാൽ ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും വരുത്തേണ്ടതുണ്ട്. ആ ഫൈനൽ തേർഡിൽ കുറച്ചുകൂടി സക്സസ്ഫുൾ ആവേണ്ടതുണ്ട്. അതുമാത്രമാണ് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമെന്നാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നത്. തീർച്ചയായിട്ടും ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ബ്രസീലിൻ്റെ പ്രശ്നവും. അത് ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.